നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 33-ാമത്തെ കഥ, 3 അഭിജ്ഞന്മാർ. അനന്തരം വേതാളം വേറൊരു കഥ പറഞ്ഞു. അല്ലയോ രാജാവേ, പണ്ട് ധർമ്മപുരി എന്ന ദേശത്ത് ധർമ്മചരൻ എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിന് ഹരിദത്തൻ, സോമദത്തൻ, യജ്ഞദത്തൻ, ബ്രഹ്മദത്തൻ എന്ന 4 പുത്രന്മാരും ഉണ്ടായിരുന്നു. അവർ 4 പേരും സകല വേദശാസ്ത്രങ്ങളിലും അഗാധ പണ്ഡിതരും പിതൃഭക്തിയിൽ അദ്വിതീയരുമായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കനിഷ്ഠപുത്രനായ ഹരിദത്തൻ അകാല മരണം പ്രാപിച്ചു. ഈ സംഭവം വൃദ്ധബ്രാഹ്മണന് താങ്ങാവുന്നതിൽ കവിഞ്ഞ് ആഹതമായിരുന്നു. അദ്ദേഹം കൊടിയ ദുഃഖത്തിലാണ്ടു. ഏറെ താമസിയാതെ പിതാവും പുത്രനെ അനുഗമിക്കുമെന്ന മട്ടായി. ഈ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിലെ കുടുംബ പുരോഹിതനായ വിഷ്ണു ശർമ്മ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി വേദാന്തപരമായ ഉപദേശങ്ങൾ നൽകുകയും ഗഹനമായ പ്രാപഞ്ചിക തത്വങ്ങളെപ്പറ്റി പ്രഭാഷണം നടത്തിയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലയോ ധർമ്മശാസ്ത്രനിരതനായ മഹാത്മാവേ, മനുഷ്യജന്മം തന്നെ ദുഃഖഭൂയിഷ്ടമല്ലേ? ഗർഭസ്ഥനായ ശിശു എത്ര കഠിനമായ വേദനയാണ് അനുഭവിക്കുന്നതെന്ന് നാം അറിയുന്നുണ്ടോ? ശിശു ഭൂജാതനായി വളർന്ന് യൗവനദശയെ പ്രാപിക്കുമ്പോൾ അവൻ പ്രേമമെന്ന മഹാദുഃഖത്തിന് വിധേയനായി വിരഹത്തിൻ്റെ കഠോര വേദന അനുഭവിക്കുന്നു. വാർദ്ധക്യമാകുമ്പോൾ അവൻ ശാരീരികവും മാനസികവുമായ രോഗപീഠകൾ ബാധിച്ചു ക്ലേശിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവിതം എണ്ണമറ്റ ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും ഒരു സമാഹാരമാണ്. സുഖങ്ങളാകട്ടെ തുല്യവും തുച്ഛവും. ഒരുവൻ മഹാജ്ഞാനിയോ മഹാമൂഢനോ ആയിരിക്കട്ടെ, കുബേരനോ കുചേലനോ ആയിരിക്കട്ടെ, ബലിഷ്ഠകായനോ ദുർബല ശരീരനോ ആയിരിക്കട്ടെ, ആരായിരുന്നാലും ശരി, സർവസംഹാരിണിയായ മരണത്തിന് അവൻ കീഴടങ്ങിയേ മതിയാകൂ. നമുക്ക് പ്രാപഞ്ചിക ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നിശ്ചയമുണ്ടെങ്കിൽ അത് നാം മരിക്കുമെന്നതാണ്. മരണദേവതയ്ക്ക് ഉച്ചനീചത്വ ഭേദമില്ല, വയോഭേദങ്ങളില്ല, പദവി വ്യത്യാസങ്ങളില്ല. ഒരു മനുഷ്യൻ്റെ പൂർണ്ണായുസ് 120 വർഷമാണെന്ന് ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നു. എന്നാൽ തന്നെ എന്ത്? കാലത്തിലർത്ഥം നിശയായി കൊഴിഞ്ഞുപോം എന്നല്ലേ പ്രമാണം. ബാക്കിയുള്ളതിൽ പകുതി ശൈശവത്തിലും യൗവനത്തിലുമായി ചിലവഴിക്കുന്നു, ബാക്കി പകുതി അവശതയാർന്ന വാർദ്ധക്യത്തിലും. അപ്പോൾ മനുഷ്യജന്മം എത്രയ്ക്ക് ക്ഷണഭംഗുരമാണെന്ന് ചിന്തിക്കുക. ഒരു വശത്ത് രാത്രി അവസാനിക്കുന്നു, മറുവശത്ത് പുലരി അവതരിക്കുന്നു. അതേ വിധത്തിൽ തന്നെ നമ്മുടെ യൗവനം നമ്മെ വിട്ടുപോകുന്നു, വാർദ്ധക്യവും നമ്മെ ഗ്രസിക്കുന്നു. മരണദിവസവും ശിരസിലേന്തി ധരണീതലേ പ്രവിശന്തി മനുഷ്യന്മാർ എന്നതല്ലേ ആപ്തവാക്യം. പക്ഷേ എന്നിട്ടും മനുഷ്യൻ അതൊന്നും അറിയുന്നില്ല. അവന് യഥാർത്ഥ ജ്ഞാനം ഉദിക്കുന്നുമില്ല. അതുകൊണ്ട് മഹാജ്ഞാനിയായ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, ദൈവം വരുത്തുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ സമാധാന ചിത്തനായി ധാർമ്മിക ചിന്തകളിലേർപ്പെട്ട് പുണ്യകർമ്മങ്ങളിൽ സദാ വ്യാപൃതനായി ആയുശിഷ്ടം നയിച്ചാലും, അങ്ങനെ ആത്മാവിന് നിത്യശാന്തി കൈവരുത്തിയാലും. വിഷ്ണു ശർമ്മയുടെ ഏവം വിധമുള്ള പ്രഭാഷണം ധർമ്മചരൻ്റെ ചിത്തഗതിയിൽ ഒരു സമൂല പരിവർത്തനം വരുത്തി. മഹത്തായ പുണ്യകർമ്മങ്ങൾ നടത്തി ആയുശിഷ്ടം നയിക്കുവാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. അനന്തരം അദ്ദേഹം തൻ്റെ 3 പുത്രന്മാരെയും അരികിൽ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു: ഞാനൊരു യജ്ഞം നടത്താൻ പോവുകയാണ്. അതിൻ്റെ ആവശ്യത്തിലേക്കായി നിങ്ങളൊരു മുക്കുവക്കുടിയിൽ പോയി ഒരു വലിയ കടലാമയെ വാങ്ങിക്കൊണ്ടുവരിക. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ബ്രാഹ്മണകുമാരന്മാർ 3 പേരും കൂടി ഉടൻ തന്നെ മുക്കുവക്കുടിലിലേക്ക് പുറപ്പെട്ടു. അവർ മുക്കുവന്മാരുടെ പ്രമാണിയോട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് ഒരു യജ്ഞം നടത്തുകയാണ്. അതിൻ്റെ ആവശ്യത്തിലേക്കായി ഒരു വലിയ കടലാമയെ പിടിച്ചു തരണം. എന്ത് വിലയും ആയിക്കോട്ടെ, നല്ലതായിരിക്കണം. പണം ഇതാ. മുക്കുവ പ്രമാണി തുക വാങ്ങി മടിച്ചീലയിൽ ഭദ്രമായി നിക്ഷേപിച്ച ശേഷം ഒരു വലിയ കടലാമയെ പിടിച്ച് സോമദത്തൻ്റെ നേർക്ക് നീട്ടി. അയാൾ അത് സ്വീകരിക്കാതെ അനുജൻ യജ്ഞദത്തനോട് അത് വാങ്ങാൻ പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അയാൾ അത് വാങ്ങാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു: ഞാൻ അത് തൊടുകയില്ല. എന്തൊരു ദുർഗന്ധം! എൻ്റെ ശരീരം മുഴുവൻ നാറും. മത്സ്യമാംസാദികളൊന്നും ഞാൻ കൈകൊണ്ട് സ്പർശിക്കുക പോലുമില്ല. ആഹാര സാധനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത നിഷ്ഠയുണ്ട്. അതിൽ ഞാനൊരു അഭിജ്ഞൻ തന്നെയാണ്. മൂന്നാമൻ പ്രതിവചിച്ചു.
എൻ്റെ നിഷ്ഠ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ്. ഏറ്റവും ശാസ്ത്രീയമായ വീക്ഷണമാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. അങ്ങനെ അവർ മൂവരും ശണ്ഠ കൂടി കടലാമയെ അവിടെ തന്നെ ഇട്ട ശേഷം തങ്ങളുടെ തർക്കം തീർക്കാനായി രാജാവിനെ സമീപിക്കാമെന്ന് നിശ്ചയിച്ചു. അവർ കൊട്ടാരവാതിൽക്കലേക്ക് നടന്നു. ദ്വാരപാലകനെ സമീപിച്ച് അവർ പറഞ്ഞു, രാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി 3 ബ്രാഹ്മണർ വന്നിരിക്കുന്നുവെന്ന് അറിയിക്കുക. ദ്വാരപാലകൻ ഉടൻ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി രാജാവിനെ വിവരമറിയിച്ചു. രാജാവ് ബ്രാഹ്മണ യുവാക്കളെ തൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദ്വാരപാലകനെ ഉടൻ തന്നെ നിയോഗിച്ച് അയക്കുകയും ചെയ്തു. അവരെ കണ്ട ഉടൻ രാജാവ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ തമ്മിൽ ശണ്ഠ കൂടുന്നത്? നിങ്ങളുടെ തർക്കം എന്താണ്? ഒന്നാമൻ പറഞ്ഞു, മഹാപ്രഭു, ഞങ്ങളിൽ ഓരോരുത്തരുടെയും പ്രത്യേക നിഷ്ഠ ഏതേതു കാര്യങ്ങളിലാണ് എന്നതിനെപ്പറ്റിയാണ് ഞങ്ങൾ തമ്മിൽ തർക്കം. ഒരാൾക്ക് ആഹാര കാര്യത്തിൽ, വേറൊരാൾക്ക് ദാമ്പത്യ ബന്ധത്തിലും, മൂന്നാമത്തെ ആളിന് നിദ്രയുടെ കാര്യത്തിലുമാണ്. അതാത് വിഷയങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേക അഭിജ്ഞരാണെന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്നു. ഈ വിചിത്രമായ അഭിരുചികളെപ്പറ്റി കേട്ട രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ പ്രത്യേക നിഷ്ഠകളെപ്പറ്റി നമുക്കൊരു പരീക്ഷണം നടത്തി ബോധ്യപ്പെട്ടു കളയാം. എന്തു പറയുന്നു? രാജാവിൻ്റെ നിർദ്ദേശം ബ്രാഹ്മണ യുവാക്കന്മാർ നിരുപാധികം സ്വീകരിച്ചു. ഉടൻ തന്നെ രാജാവ് കൊട്ടാരത്തിലെ മഹാനസ ഭരണാധികാരിയെ അരികിൽ വിളിച്ച് ആജ്ഞാപിച്ചു, ഇതാ ഈ ബ്രാഹ്മണ യുവാവിന് നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് നൽകാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ സദ്യ ഒരുക്കുക. സകലവിധ വിശിഷ്ട ആഹാരങ്ങൾ, മധുരഭോജ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം യഥേഷ്ടം സജ്ജീകരിച്ചിരിക്കണം. രാജ ആജ്ഞ ലഭിച്ച ഉടൻ പാചക പ്രമാണി നേരെ മഹാനസത്തിലേക്ക് പോയി രാജനിർദ്ദേശമനുസരിച്ചുള്ള വിശിഷ്ട ഭോജ്യങ്ങൾ തയ്യാറാക്കി. അനന്തരം ആഹാരകാര്യത്തിൽ സാർവത്രിക നിഷ്ഠയെന്ന് അവകാശപ്പെട്ട ബ്രാഹ്മണ യുവാവിനെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുമ്പിലിരുത്തി. അയാൾ ഒരുരുള ഉരുട്ടി ആർത്തിയോടുകൂടി വിഴുങ്ങാൻ ഭാവിക്കവേ അതിൽ നിന്ന് എന്തോ ദുർഗന്ധം വമിക്കുന്നതായി തോന്നി. തൽക്ഷണം ഉരുള പാത്രത്തിൽ തന്നെ ഇട്ട ശേഷം എഴുന്നേറ്റ് കൈ കഴുകി രാജസവിധത്തിലെത്തി. രാജാവ് ആവേശത്തോടെ ചോദിച്ചു, ഭക്ഷണം എങ്ങനെയിരുന്നു? പരിപൂർണ തൃപ്തി ലഭിച്ചില്ലേ? ബ്രാഹ്മണ യുവാവ് കുണ്ഠിതത്തോടുകൂടി പറഞ്ഞു, പ്രഭു, ഞാൻ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയായിരുന്നു. പെട്ടെന്ന് അന്നത്തിൽ നിന്ന് മൃതശരീരത്തിൻ്റെ ദുർഗന്ധം പുറപ്പെടുന്നു. ഞാൻ ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോരുകയും ചെയ്തു. പൊന്നു തിരുമേനി ക്ഷമിക്കുമാറാകണം. രാജാവ് അമർഷത്തോടുകൂടി ചോദിച്ചു, ആഹാര സാധനത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചുവെന്നോ? അതിന് കാരണം? ബ്രാഹ്മണ യുവാവ് മറുപടി പറഞ്ഞു, ചുടുകാട്ടിൽ വിളയിച്ചെടുത്ത നെല്ലിൻ്റെ അരി പാചകം ചെയ്ത ചോറായിരുന്നു പ്രഭു. അതുകൊണ്ട് ഞാനത് ഭക്ഷിച്ചില്ല. രാജാവ് കോപത്തോടുകൂടി ഉടൻ കൊട്ടാര വിചാരിപ്പുകാരനെ അരികിൽ വിളിച്ചു ചോദിച്ചു, ഈ അരി എവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? വിചാരിപ്പുകാരൻ മറുപടി പറഞ്ഞു, അടുത്ത ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് പ്രഭു. അവിടുത്തെ ജന്മിപ്രധാനിയുടെ നിലത്തിൽ കൃഷി ചെയ്ത് വിളയിച്ചതാണ്. ശരി, ആ ഗ്രാമത്തിലെ ജന്മിപ്രധാനിയെ ഉടൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക. ഒട്ടും താമസം വന്നില്ല. അയൽഗ്രാമത്തിലെ ജന്മി വിറയ്ക്കുന്ന പാദങ്ങളോടുകൂടി രാജസന്നിധിയിൽ ഹാജരായി. കൊട്ടാരത്തിലേക്ക് അയച്ച അരി എവിടെ വിളയിച്ച നെല്ലിൻ്റേതാണ്? സത്യം പറയണം. രാജാവ് കൽപ്പിച്ചു. ഒരു ചുടുകാട്ടിൽ വിളയിച്ച നെല്ലിൻ്റെയാണ് പ്രഭു, ജന്മി സംഭ്രാന്തനായി അറിയിച്ചു. ഇത് കേട്ട രാജാവ് ഒരു ചെറുസ്മിതത്തോടുകൂടി ബ്രാഹ്മണ യുവാവിനെ അരികിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആഹാരകാര്യത്തിൽ അഭിജ്ഞൻ തന്നെ, സമ്മതിച്ചിരിക്കുന്നു. അടുത്തതായി രാജാവ് സ്ത്രീ വിഷയകമായ കാര്യത്തിൽ അഭിജ്ഞനെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന ബ്രാഹ്മണ യുവാവിനെ അരികിൽ വിളിച്ചു. അതികമനീയമായി അലങ്കരിച്ച ഒരു ശയനാഗാരത്തിൽ വിശിഷ്ടമായ ഒരു ഹംസതൂലികാശയ്യ സജ്ജീകരിച്ചു. ദിവ്യപരിമളം വമിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച സ്ഫടികക്കുപ്പികൾ, അതീവ സ്വാദിഷ്ടങ്ങളായ ഭക്ഷ്യപേയാദികൾ നിറച്ച രജതഭാജനങ്ങൾ മുതലായവ ദന്തനിർമ്മിതമായ മേശമേൽ നിരന്നു. അനന്തരം നമ്മുടെ ബ്രാഹ്മണ യുവാവ് ആ ക്രീഡാഗൃഹത്തിലേക്ക് ആനയിക്കപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ദിവ്യലാവണ്യമൊഴുകുന്ന സർവാലങ്കൃതയായ ഒരു യുവതി അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അടുത്ത ക്ഷണത്തിൽ പ്രസ്തുത അറയുടെ വാതിൽ വെളിയിൽ നിന്ന് ബന്ധിക്കപ്പെടുകയും ചെയ്തു. ക്രിയാകാരത്തിനുള്ളിൽ ബ്രാഹ്മണ യുവാവും മേൽപ്പറഞ്ഞ അപ്സര സദൃശയായ യുവതിയും തനിച്ചായി. അവരിരുവരും അവിടെ സജ്ജമാക്കിയിരുന്ന തൽപ്പത്തിൽ ഒന്നിച്ചിരുന്ന് പ്രേമഭാഷണങ്ങൾ നടത്തി. ബ്രാഹ്മണ യുവാവ് തൻ്റെ അരികിലിരുന്ന യുവസുന്ദരിയെ മാറോടണച്ച്
അവളുടെ രക്തം തുളുമ്പുന്ന കോമളാധരത്തിൽ ഒരു ചുംബനമർപ്പിക്കുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ വക്ത്രഗഹ്വരത്തിൽ നിന്ന് ബഹിർഗമിച്ച ദുർഗന്ധം അയാളെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നീട് ഒരക്ഷരം പോലും ഉച്ചരിക്കാതെ തൻ്റെ ഗാത്രത്തിന് നേർക്ക് കരവല്ലികൾ നീട്ടുവാൻ മുതിർന്ന യുവതിയെ തള്ളി മാറ്റിയ ശേഷം മറുവശം തിരിഞ്ഞു കിടന്നു. കുറേ സമയത്തിനുള്ളിൽ അയാൾ നിദ്രാധീനനായി തീരുകയും ചെയ്തു. അടുത്ത ദിവസം രാജാവ് പതിവിൽ അല്പനേരത്തെ തന്നെ ഉണർന്നെഴുന്നേറ്റ് ആസ്ഥാന മണ്ഡപത്തിൽ വന്നു ചേർന്നു. അദ്ദേഹം ഉടൻ തന്നെ തലേരാത്രിയിലെ പ്രേമനാടകത്തിൻ്റെ നായകനെന്ന് താൻ സങ്കല്പിച്ചിരുന്ന ബ്രാഹ്മണ യുവാവിനെ വിളിച്ചു വരുത്തി ചോദിച്ചു, "അല്ലയോ ബ്രാഹ്മണ യുവാവേ, രാത്രി മുഴുവൻ ആനന്ദമയമായി കഴിച്ചുകൂട്ടിയിരിക്കുമല്ലോ ഇല്ലേ?" യുവാവ് മറുപടി പറഞ്ഞു, "ഞാനൊരാനന്ദവും കണ്ടില്ല പ്രഭോ. ഏതാനും മണിക്കൂറുകൾ വെറുതെ ഉറക്കമിളച്ചത് മാത്രം മിച്ചം." "കാരണം?" "പ്രഭോ, സംവിധാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരുക്കങ്ങൾ ദേവേന്ദ്രൻ്റെയും കാമദേവൻ്റെയും ക്രീഡാഗ്രഹങ്ങളിൽ പോലും സങ്കല്പിക്കുക സാധ്യമല്ല. പക്ഷെ എന്തു ഫലം? എന്നെ രമിപ്പിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു നൽകിയ ദിവ്യസുന്ദരിയുടെ വക്ത്രഗഹ്വരങ്ങളിൽ നിന്ന് വമിക്കുന്നത് കോലാടിൻ്റെ രൂക്ഷഗന്ധം. തൽഫലമായി ഞാൻ കൊടുനിരാശയോടുകൂടി മാറിക്കിടക്കുകയാണ് ചെയ്തത്." ഇത്രയും കേട്ട താമസം രാജാവ് പ്രസ്തുത നിശാസുന്ദരിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിയുക്തയായിരുന്ന കൊട്ടാര സേവകക്കാരിയെ തൻ്റെ സന്നിധിയിൽ വരുത്തി. രാജാവ് ഗൗരവസ്വരത്തിൽ ചോദിച്ചു, "നമ്മുടെ ആജ്ഞ അനുസരിച്ച് ഇന്നലെ കൂട്ടിക്കൊണ്ടുവന്ന യുവസുന്ദരി ഏത്? അവൾ ആര്? അവളെ എന്തിനു വേണ്ടി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു?" സേവകക്കാരി കൊടിയ സംഭ്രമത്തോടുകൂടി ബോധിപ്പിച്ചു, "അവൾ അടിയൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് പൊന്നു തിരുമേനി. അവൾക്ക് 3 മാസം പ്രായമായപ്പോൾ ജ്യേഷ്ഠത്തി മരിച്ചു. അതിനുശേഷം അടിയൻ അവളെ ആട്ടിൻപാല് കൊടുത്താണ് ഇക്കാലം അത്രയും വളർത്തിയത്. അടിയൻ്റെ പേരിൽ ഒരു തെറ്റുമില്ല പൊന്നു തിരുമേനി." "ശരി, നിനക്ക് പോകാം." രാജാവ് ആ സ്ത്രീക്ക് യാത്രാനുമതി നൽകി. അനന്തരം അദ്ദേഹം പ്രസ്തുത ബ്രാഹ്മണ യുവാവിനെ അരികിൽ വിളിച്ച് ഇപ്രകാരം അനുമോദിച്ചു, "നിങ്ങളുടെ അവകാശവാദത്തിൽ യാതൊരു തെറ്റുമില്ല. കാമലീല സുഖലോലുപതയിൽ നിങ്ങൾ നിഷ്കൃഷ്ടമായ നിഷ്ഠ പാലിക്കുന്നവൻ തന്നെ, സംശയമില്ല." അനന്തരം നിദ്രാസുഖനിഷ്ഠനെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന യുവാവിനു വേണ്ടി രാജാവ് തൻ്റെ അന്തഃപുര സേവകക്കാരെ വിളിച്ച് അയാൾക്ക് ഏറ്റവും പരിഷ്കൃതവും ആധുനിക സുഖസൗകര്യങ്ങൾ സകലതും ഉൾക്കൊള്ളുന്നതുമായ ശയ്യ സജ്ജമാക്കാൻ ആജ്ഞാപിച്ചു. അന്ന് രാത്രി ബ്രാഹ്മണ യുവാവ് പ്രസ്തുത ശയ്യയിൽ കഴിച്ചുകൂട്ടി. അടുത്ത പ്രഭാതത്തിൽ അയാൾ രാജാവിൻ്റെ മുന്നിലേക്ക് ആനയിക്കപ്പെട്ടു. പൊടുന്നനെ രാജാവ് ചോദിച്ചു, "എന്താ, ഉറക്കം സുഖമായിരുന്നില്ലേ? ദേവേന്ദ്രന് പോലും അസൂയ തോന്നുമാറുള്ള ശയ്യോപകരണങ്ങളല്ലേ സജ്ജീകരിച്ചിരുന്നത്?" "അതൊക്കെ ശരിയായിരിക്കാം പ്രഭോ. പക്ഷേ ഞാൻ ഇന്നലെ ഒരു പോള കണ്ണടച്ചില്ല." "കാരണം?" ബ്രാഹ്മണ യുവാവ് മറുപടി പറഞ്ഞു, "എൻ്റെ മഞ്ചത്തിൽ വിരിച്ചിരുന്ന രത്നകമ്പളത്തിൻ്റെ 7ാമത്തെ മടക്കിൽ ഒരു കൂർത്ത രോമം എഴുന്നു നിന്നിരുന്നു. അത് രാത്രി മുഴുവൻ എൻ്റെ മുതുക് കുത്തിത്തുളച്ച് ശല്യമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. തൽഫലമായി എനിക്ക് അല്പവും ഉറങ്ങാൻ സാധിച്ചില്ല. ഹോ, ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ല." അയാളുടെ പരാതി കേട്ട മാത്രയിൽ രാജാവ് പ്രസ്തുത രത്നകമ്പളത്തിൻ്റെ 7ാമത്തെ മടക്ക് പരിശോധിച്ചു. അതാ സൂചി പോലെ കൂർത്ത മനയോടുകൂടിയ ഒരു കമ്പിളി രോമം എഴുന്നു നിൽക്കുന്നു. ഉടൻ രാജാവ് ബ്രാഹ്മണ യുവാവിൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, "ശയ്യാസുഖനിഷ്ഠയിൽ നിങ്ങൾ അദ്വിതീയൻ തന്നെ, സമ്മതിച്ചിരിക്കുന്നു." കഥയുടെ ഇത്രയും ഭാഗങ്ങൾ വിസ്തരിച്ചതിന് ശേഷം വേതാളം രാജാവിനോട് ചോദിച്ചു, "അല്ലയോ മഹാപ്രഭു, ഈ 3 പേരിൽ ആരാണ് ഏറ്റവും മികച്ച അഭിജ്ഞൻ?" വിക്രമാദിത്യൻ പ്രതിവചിച്ചു, "ശയ്യാഗുണനിഷ്ഠനായ ബ്രാഹ്മണ യുവാവ് തന്നെ." ഉടൻ വേതാളം സ്വയം ബന്ധനവിമുക്തനായി കാനനത്തിങ്കലേക്ക് പലായനം ചെയ്തു. വിക്രമാദിത്യൻ പതിവ് പോലെ പിന്തുടർന്ന് ചെന്ന് അവനെ പിടിച്ചുകെട്ടി തോളിലേറ്റി കൊണ്ടുവരികയും ചെയ്തു. നന്ദി.